UDF ഭരിക്കുന്ന കണ്ണൂർ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു. മുസ്ലിം ലീഗ് നേതാവും ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ CK മുഹമ്മദ് ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇരിക്കൂർ പോലീസ് കേസെടുത്തത്. കമ്പിൽ സ്വദേശിയായ മദീന മൻസിലിൽ PP ഷമീറിന്റെ പരാതിയിലാണ് നടപടി. 2024-25 കാലയളവിൽ ബാങ്ക് പ്രസിഡന്റായിരുന്ന നിലവിലെ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ബാങ്ക് വൈസ് പ്രസിഡന്റായിരുന്ന നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UP അബ്ദുൾ റഹ്മാൻ, മെയിൻ ബ്രാഞ്ചിലെ 2024-25 സെക്രട്ടറി മനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞിമായൻ മുനീറുദ്ദീൻ, VT പത്മനാഭൻ, സുകുമാരൻ, ബിന്ദു, സുപ്രിയ റൈഹാനത്ത്, കുട്ടാവ് ബ്രാഞ്ച് മാനേജർ നിതിൻ, മെയിൻ ബ്രാഞ്ചിലെ സെക്രട്ടറി അജിത എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചാൽ അധിക പലിശ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചുവെന്നാണ് പരാതി. കേസ് കൊടുക്കരുത്, തുക പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ പലതവണയായിട്ട് തന്നിരുന്നു. ഇതൊന്നും തരാതെ വന്നപ്പോഴാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വന്നത്. കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇവർക്കെതിരെ 12 പേർക്കെതിരെ ബാങ്കിലെ ജീവനക്കാരും ഇപ്പോൾ ബാങ്ക് അന്നത്തെ ഭരണസമിതിയിലെ അംഗങ്ങളായി പറയുന്ന 12 വ്യക്തികൾക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഒന്നാമത്തെ കേസിൽ 16 ലക്ഷം രൂപയും രണ്ടാമത്തെ കേസിൽ 30 ലക്ഷം രൂപയുടെയും തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ബാങ്ക് അധികൃതർ ഷമീറിനെ സമീപിച്ചത്. എന്നാൽ പിന്നീട് പണം പിൻവലിക്കാൻ ബാങ്കിൽ ചെന്നപ്പോൾ തിരിച്ചു നൽകാതെ വഞ്ചിക്കുകയായിരുന്നു. തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്ക് UDF ഭരണസമിതി രാജിവെച്ചിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ.